ഹലോ എവരിവൺ, എല്ലാവർക്കും എ ബാക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ PSCയുടെ കീഴിൽ ഏകദേശം 19ഓളം തസ്തികയിലേക്ക് വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. വേറെ 19ഓളം തസ്തികയിലേക്ക് ഈ പറയുന്ന PSCയിൽ പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളെല്ലാം എന്ത് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനപ്പെട്ട തസ്തികകൾ ഏതെല്ലാമാണ്, കാറ്റഗറി നമ്പർ ഏതെല്ലാമാണ്, ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും, അതേപോലെ തന്നെ ഏതെല്ലാം തസ്തികയിലായിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. തുടങ്ങാം. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ 19 തസ്തികയിലേക്കാണ് PSC ഈ അടുത്തിടെ തന്നെ വിജ്ഞാപനം വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഗസറ്റ് തീയതി എന്ന് പറയുന്നത് 15/9/2025 ഗസറ്റ് തീയതിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപേക്ഷിക്കേണ്ട അവസാനത്തെ തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ October 15. അപേക്ഷ സ്വീകരിക്കുന്ന അവസാനത്തെ തീയതി എന്ന് പറയുന്നത് October 15, 2025 ആണ്. October 15, 2025 ഇത് അപേക്ഷ അവസാനം സ്വീകരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 12 മണി വരെയാണ്. ഓക്കെ, നമ്മൾ 12 മണി വരെ പ്രധാനമായിട്ടും ഈ അപേക്ഷകൾ സ്വീകരിക്കുന്നത്. എന്തെല്ലാമാണെന്ന് വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 19 തസ്തികയിലേക്ക് നിയമനത്തിന് PSC വിജ്ഞാപനം പുറത്തിറക്കി. 7 തസ്തികയിലാണ് നേരിട്ടുള്ള നിയമനമുള്ളത്. 2 തസ്തികയിൽ എന്താ നോക്കാം അല്ലെ, 2 തസ്തികയിലെ തസ്തിക മാറ്റം വഴിയും, അതായത് ഇപ്പോൾ ഒരു തസ്തികയിൽ മറ്റൊരു തസ്തികയിലേക്കാണ് പറയുന്നത് തസ്തിക മാറ്റം വഴിയും. അതുപോലെ 4 തസ്തികയില് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും 6 തസ്തികയിലെ NCA നിയമനമാണ് എന്ത് ചെയ്യുന്നത് അവിടെ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എന്താണ് ഇപ്പോൾ 7 തസ്തികയിൽ ഈ പറയുന്ന എന്താണ് നേരിട്ടുള്ള നിയമനം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, 2 തസ്തികയിൽ ഈ പറയുന്ന നിയമന മാറ്റം, അതേപോലെ തന്നെ ഈ പറയുന്ന 4 തസ്തികയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, 6 തസ്തികയിൽ NCA നിയമനമാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് അല്ലെ. അതേപോലെ തന്നെ ഗസറ്റ് തീയതി എന്ന് പറയുന്നത് 15/9/2025. അപേക്ഷ സ്വീകരിക്കുന്ന അവസാനത്തെ തീയതി തന്നിട്ടുള്ളത് 15 October 15 എന്നാണ്. 12 രാത്രി 12 മണി വരെയാണ് എന്ത് പറയുന്നത് സമയം തന്നിട്ടുള്ളത്. ഓക്കെ, അതേപോലെ നേരിട്ടുള്ള നിയമനത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് നേരിട്ടുള്ള നിയമനം നോക്കുകയാണെങ്കിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്കാണ് വന്നിട്ടുള്ളത്. മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ, പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസിൽ ഈ പറഞ്ഞ വുമൺ എന്താണ് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്ക്, അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിസൺസ് ഓഫീസർ, അതേപോലെ തന്നെ സർക്കാർ ഉടമസ്ഥയിലെ വിവിധ കമ്പനി ബോർഡുകൾ, അതേ കോർപ്പറേഷൻ എന്നിവയിലേക്ക്. ഓക്കെ, അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ ക്ലർക്ക്, ഷിപ്പ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനിലേക്ക് ട്രാഫിക് സൂപ്രണ്ട്, അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എഞ്ചിനീയർ അസിസ്റ്റന്റ് ഗ്രേഡ് 3, പട്ടികജാതി വികസന വകുപ്പില് എന്താണ് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്നീ തസ്തികയിലേക്ക് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് വിളിച്ചിട്ടുള്ളത് ആണ്. അതേപോലെ തന്നെ തസ്തിക മാറ്റം വഴി വിളിച്ചിട്ടുള്ള ഏതെല്ലാം കാറ്റഗറിയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പട്ടികജാതി വികസന വകുപ്പിലേക്കാണ് ചെയ്യുന്നത്. ആ പട്ടികജാതി വികസന വകുപ്പിലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, അതേപോലെ വിദ്യാഭ്യാസ വകുപ്പിലെ HST ടീച്ചർ, സോഷ്യൽ സയൻസ് ടീച്ചർ എന്നീ അവസ്ഥയിലേക്കാണ് ചെയ്യുന്നത് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ പട്ടികജാതി വർഗ്ഗക്കാർക്കായിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ആരോഗ്യ വകുപ്പിലെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, സൈനികക്ഷേമ വകുപ്പിലേക്ക് ഈ പറയുന്ന ക്ലർക്ക്, അതേപോലെ തന്നെ ഈ പറയുന്ന സംവരണ സമുദായത്തിലുള്ള NCA നിയമനം നോക്കുകയാണെങ്കിൽ ജൂനിയർ ക്ലർക്ക്, അതേപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള വനിതാ ഫയർ റെസ്ക്യൂ ഓഫീസർ എന്നീ തസ്തികയിലേക്കാണ് ഈ പറയുന്ന NCA നിയമനം ചെയ്തത് അതിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഓരോന്നിലെ കാറ്റഗറി വെച്ച് നോക്കുകയാണെങ്കിൽ ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 357/2025 കാറ്റഗറി നമ്പറിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് വന്നിട്ടുള്ളത്. ശമ്പളം എന്ന് പറയുന്നത് 39,500 മുതൽ 83,000 വരെയാണ്. ഒഴിവെന്ന് പ്രതീക്ഷിത ഒഴിവ് കാണുന്നുണ്ട്. പ്രായപരിധി 18 മുതൽ 36 പറഞ്ഞിട്ടുള്ളത് അല്ലെ. യോഗ്യത നോക്കുകയാണെങ്കിൽ ഈ പറയുന്നതാണ് ഇപ്പൊ സിവിൽ, കെമിക്കൽ, എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ബിടെക് അകലിയത് അല്ലെങ്കിൽ തത്തുല്യാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ കാറ്റഗറി നമ്പർ 358/2025, 359/2025, 358/2025 മുതൽ 359/2025 തസ്തികയിൽ എന്താണ് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്താണ് MMV എന്ന് പറയുന്ന തസ്തികയിലേക്ക് പട്ടികജാതി വികസന വകുപ്പിലേക്കാണ് ചെയ്യുന്നത് അടുത്ത കാറ്റഗറി വിളിച്ചിട്ടുള്ളത്. അത് നോക്കുകയാണെങ്കിൽ ശമ്പളം എന്ന് പറയുന്നത് 37,400 മുതൽ 79,000 വരെയുള്ള മറ്റേ ശമ്പള സ്കീം നമുക്ക് കാണാൻ സാധിക്കും. ഒഴിവെന്ന് പറയുന്ന ഒരു ഒഴിവാണുള്ളത്. ഓക്കെ, അടുത്ത നോക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ 358/2025 തസ്തിക മാറ്റം വഴി നിയമനം പട്ടികജാതി വികസന വകുപ്പിലെ നിശ്ചിത യോഗ്യതയുള്ള ജീവനക്കാരിൽ നിന്നാണ് ഈ പറയുന്നത് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അടുത്ത 350/2025 നോക്കുകയാണെങ്കിൽ നേരിട്ടുള്ള നിയമനമാണ്. തസ്തിക മാറ്റ നിയമനത്തിന് എന്താണ് യോഗ്യരായ ജീവനക്കാരുടെ അഭാവത്തിൽ മാത്രമാണ് വിളിക്കാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പ്രായം നോക്കുകയാണെങ്കിൽ തസ്തിക മാറ്റം വഴി 1/2025 18 വയസ്സ് തികഞ്ഞിരിക്കുന്ന ആളായിരിക്കണം എന്നുള്ളത് പ്രധാനമായിട്ടും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നേരിട്ടുള്ള നിയമനമാണ് 18 മുതൽ 36 വയസ്സ് വരെയാണെന്ന് പറയുന്നത്. യോഗ്യത എന്ന് പറയുന്നത് ബന്ധപ്പെട്ട ട്രേഡിൽ ലഭിച്ച 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയിൽ എന്ത് ചെയ്യണം ബിരുദം ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലേ. ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കാറ്റഗറി നമ്മൾ 360/2025 അതാണ് 360/2025 കാറ്റഗറി എന്ന് പറയുന്നത് വനിത അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്കാണ് ചെയ്യുന്നത് വിളിച്ചിട്ടുള്ളത്. നമ്മൾ
ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അറിയിച്ചതൊക്കെയാണ് അല്ലേ. അത് നോക്കുകയാണെങ്കിൽ ശമ്പളം പറയുന്നത് 27,900 മുതൽ 63,700 വരെയാണ് പ്രധാനമായിട്ട് അതിന്റെ എന്ത് കൊടുത്തിട്ടുള്ളത്, ഈ പറയുന്ന ശമ്പളം കൊടുത്തിട്ടുള്ള. ഒഴിവെന്ന് പറയുന്ന പ്രതീക്ഷിത ഒഴിവ് സംസ്ഥാന തലത്തിലേക്കാണ്. പ്രായം എന്ന് പറഞ്ഞാൽ 18 മുതൽ 36 വയസ്സുള്ള വനിതകൾക്കാണ് അധികം അപേക്ഷിക്കാൻ സാധിക്കുന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ വനിതകളെല്ലാം കൂടി ഞങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒരു പോസ്റ്റ് ആയിക്കോട്ടെ നിങ്ങൾ അപേക്ഷിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് പറ്റും, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ആണെങ്കിൽ ഏജ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കാതെ തന്നെ ഇരിക്കണം. അപ്പൊ നിങ്ങൾ അപേക്ഷിക്കാതിരിക്കരുത്. ഓക്കെ, നിങ്ങൾ അപേക്ഷകൾ എക്സാം ഒക്കെ എഴുതി നോക്കണം. ഓക്കെ, നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു വേക്കൻസി നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ. അപ്പൊ അതൊക്കെ അപേക്ഷിക്കുക. അതേപോലെ തന്നെ യോഗ്യത പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് SSLC ജയം അല്ലെങ്കിൽ തത്തുല്യമാണ് അല്ലെ. ശാരീരിക യോഗ്യതയുണ്ട്. വിശദാംശങ്ങൾക്ക് സ്റ്റേറ്റ് വിജ്ഞാപനം കാണുക നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് പറഞ്ഞാൽ കാറ്റഗറി നമ്മൾ 361/2025 ട്രാഫിക് സൂപ്രണ്ട് ആണ്. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ശമ്പളം പറയുന്നത്. ഇതാണ് ഏകദേശം 14,620 മുതൽ 25,250 കണ്ടുള്ള ഒഴിവെന്ന ഒന്നാണ്. 18-36 വയസ്സ് വരെയാണ് ഇത് പ്രായപരിധി എന്ന് പറയുന്നത്. യോഗ്യത എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബിരുദം, അതുപോലെ മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ ആശയവിനിമയ കഴിവ്, കമ്പ്യൂട്ടർ ഒരു വിഷയമായി പഠിച്ച് SSLC +2 ജയം അല്ലെങ്കിൽ 3 മാസത്തിൽ കുറയാ കമ്പ്യൂട്ടർ കോഴ്സ് ജയം, ഏതെങ്കിലും രജിസ്ട്രേഡ് ലോജിസ്റ്റിക്സ് ഗതാഗത സ്ഥാപനങ്ങളിൽ വാഹന ഗതാഗത നിയന്ത്രണവും ചരക്ക് നീക്കവും ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ പരിചയം എന്ത് ചെയ്യണം ഉണ്ടായിരിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമായിട്ടും നൽകിയിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാറ്റഗറി നമ്പർ 362/2025 എന്ന കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. നോക്കുക, ശമ്പളം 9,990 മുതൽ 15,750 വരെയാണ്. ഒഴിവ് 2 എണ്ണമാണ്. 18-36 വയസ്സാണ് പറയുന്നത് പ്രായപരിധി എന്ന് പറയുന്നത്. ആണ് KGCO സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ എന്താണ് NTC ഡ്രാഫ്റ്റ്മാൻ സിവിൽ എന്നീ തസ്തികയിലേക്കാണ് നീ വിളിച്ചിട്ടുള്ളത്. അടുത്ത കാറ്റഗറി നമ്മൾ 363/2025 പറയുന്നത് അക്കൗണ്ട്സ് ജൂനിയർ, അക്കൗണ്ടന്റ് അസിസ്റ്റന്റ്, അക്കൗണ്ടന്റ് ക്ലർക്ക്, അസിസ്റ്റന്റ് മാനേജർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2 മുതലായ തസ്തികയിലേക്കാണ് നീ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, പ്രധാനം നോക്കുക, കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബോർഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ബോർഡ്, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ, കേരള സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, കേരള അഗ്രോ മിഷണറി കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവയിലേക്കാണ് പ്രധാനമായിട്ടും ഇത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപേക്ഷിക്കേണ്ടവരെല്ലാം ചെയ്യണം, അപേക്ഷ സമർപ്പിക്കുക തന്നെ ചെയ്യണം. വേക്കൻസി കുറവാണ് അല്ലെങ്കിൽ പറയുന്ന എന്താണ് ഞാൻ അപേക്ഷിക്കുന്നില്ല, 1-2 വേക്കൻസി കൊണ്ട് പറഞ്ഞാൽ അപേക്ഷിക്കാതിരിക്കരുത്. നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങൾ എന്ത് ചെയ്യാൻ പിന്നെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ ആ ഒരു ഒഴിവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതേപോലെ പ്രായപരിധി നോക്കിയാണെങ്കിൽ 18-36 വയസ്സ് വരെ ഏജ് എന്ന് പറയുന്നത് BCom പാസ്സായിരിക്കണം പ്രധാനമായിട്ട് അതിനകത്ത് എന്തുകൊണ്ട് നൽകിയിട്ടുണ്ട് അല്ലെ. അതേപോലെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് 364/2025 എന്ന് പറയുന്നത് 354/2025 പറയുന്നത് അക്കൗണ്ട്സ് ഗ്രേഡ് 2 ആണ്. അതേപോലെയാണ് അക്കൗണ്ട്സ് ഗ്രേഡ് 2 അക്കൗണ്ട്സ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടന്റ്, അതേപോലെ സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് പ്രധാനമായിട്ട് കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതേപോലെ തന്നെ എന്താണ് ഫാൻസി ക്രാഫ്റ്റ് ഡെവലപ്മെന്റ്, അതേപോലെ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇപ്പോൾ തസ്തികയിലാണ് വിളിച്ചിട്ടുള്ളത്. 18-36 വയസ്സ് വരെ പ്രായം BCom എന്തിനും ബിരുദം ഉണ്ടായിരിക്കേണ്ടതാണ്. അതേപോലെ മറ്റു നമ്മൾ തസ്തിക മാറ്റത്തിലേക്ക് വിളിച്ചിട്ടുള്ള ഏതാണെന്ന് സംശയം ഉണ്ടായിരിക്കും. തസ്തിക മാറ്റം വിളിച്ചിട്ടുള്ളത് പറഞ്ഞാൽ കാറ്റഗറി നമ്മൾ 365/2025 ഹൈസ്കൂൾ ടീച്ചർ തസ്തികയിലേക്കാണ്. ഹൈസ്കൂൾ ടീച്ചറിലേക്കാണ്, HST ടീച്ചറാണ് അല്ലെ. സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ മലയാള മാധ്യമ വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ് ചെയ്തത്. ഈ പറയുന്ന മലയാള മാധ്യമം വിദ്യാഭ്യാസ വകുപ്പിലേക്ക് മലയാളം മീഡിയത്തിലേക്കാണ് ചെയ്യുന്നത് വിളിച്ചിട്ടുള്ളത്. അതേപോലെ മറ്റൊരു റിക്രൂട്ട്മെന്റ് പറഞ്ഞാൽ ഈ പറയുന്ന 365/2025 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലമാണ്. ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് ആണ്. അടുത്ത സംസ്ഥാന തലത്തിൽ 366/2025 പറയുന്ന ഗാർഡാണ്, സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് പ്രധാനമായിട്ടും വിളിച്ചിട്ടുള്ളത്. ഇത് പറയുന്ന എന്താണ് സൈനികർ, വിമുക്ത സൈനികരുണ്ടല്ലോ അല്ലെ, വിമുക്ത സൈനികർക്കാണ് ചെയ്യുന്നത് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എലിജിബിൾ ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്മൾ എടുത്ത് നോക്കിയ ശേഷം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ അപേക്ഷകൾ അയക്കാൻ ശ്രമിക്കുക. പ്രധാനമായിട്ടും നിങ്ങൾക്ക് പഠിക്കണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വുമൻസിന് ഈ പറയുന്ന പ്രിസൺ ഓഫീസ് തസ്തികയിലേക്കാണ് പ്രധാനമായിട്ട് വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഗോൾഡൻ ചാൻസ് വരാനിരിക്കുന്നു. അതായത് ഈ പറഞ്ഞ 2 മാസം കഴിയുമ്പോൾ ഈ 2 മാസം ഇപ്പോൾ സെപ്റ്റംബർ വിളിച്ചു, ഒക്ടോബർ നവംബർ മാസം കഴിയുമ്പോൾ തന്നെ ഈ പറയുന്ന മെൻസിലേക്ക് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മറ്റൊക്കെ എന്ത് വിളിക്കും. അതേപോലെ പറഞ്ഞ അടുത്ത വർഷത്തേക്ക് ഈ പറയുന്നതാണ്, അടുത്ത വർഷം നമ്മൾ ആ ഒരു ആദ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലീസിലേക്കൊക്കെ എന്ത് ചെയ്യും, പുതിയ വിജ്ഞാപനം വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പം അത്തരത്തില് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SBCID, KAT എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നതാണ് നിങ്ങൾ നമ്മുടെ ACDB നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറ്റ കോഴ്സിൽ 6 പരീക്ഷകൾ പാസ്സാവുന്ന പുതിയ നമ്മളൊരു ബാച്ചോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രത്യേകം നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകളുണ്ട്, ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട്, സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷനുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, സ്പെഷ്യൽ റിവിഷൻ സെക്ഷനുകളുണ്ട്, മോട്ടിവേഷൻ സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നിങ്ങൾക്ക് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞ ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ACDB ആപ്പ് പ്ലേ സ്റ്റോർ ആപ്സിൽ അവൈലബിൾ ആണ്. അവിടെ നിന്ന് കയറി ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്.
അതല്ല. എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ തൊട്ട് താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ 9954672446 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംശയം നമ്മളെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഉത്തരം തരുന്നതായിരിക്കും. അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ, പുതിയ നോട്ടിഫിക്കേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് കയറിയ ശേഷം ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ ഡൗട്ട് സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഗൂഗിൾ ഫോമിൽ ലിങ്ക് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, അവിടെ കയറിയ ശേഷം നിങ്ങളുടെ ഡൗട്ട് മറ്റു കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയാണ് തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കുന്നതായിരിക്കും. അപ്പം എലിജിബിൾ ആയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും പെട്ടെന്ന് അപേക്ഷ അയക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. ഓക്കെ, വിജയം നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും നല്ല ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.